എൻ്റെ പേര് എമിൽ വർഗീസ്. ഞാൻ ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ലിൻഡോ ആൻ്റണി. ഞാൻ 6-7 വർഷമായിട്ട് ദുബായിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ കൃപാസനത്തെക്കുറിച്ച് അറിയുവാനായിട്ട് ഞാൻ ദുബായിൽ എത്തേണ്ടി വന്നു. ഞങ്ങളവിടെ വീക്ക്ലി ഷാർജ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾക്കൊരു പത്രം കിട്ടി. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഞാൻ ഈ പത്രം കണ്ട് ഞെട്ടി. കൃപാസനം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ ഒരു പള്ളിയുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വായിച്ചു. പിറ്റേ ദിവസം രാവിലെ മമ്മിയോട് ചോദിച്ചപ്പോഴത്തേക്കും മമ്മി ഇങ്ങനെ പള്ളീനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഉടമ്പടിയെക്കുറിച്ച് മമ്മിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വെബ്സൈറ്റിലൂടെയും ഓൺലൈനിലൂടെയൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചു, സാക്ഷ്യങ്ങൾ കേട്ടു. പക്ഷെ ഒരാഴ്ച എടുത്തു ഇതെന്താണ്, കൃപാസനം എന്താണ്, ഉടമ്പടി എന്താണെന്നൊക്കെ അറിയുവാനായിട്ട്. ആദ്യം ഞങ്ങളൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. അതിനുശേഷം ഞങ്ങൾ ഫെബ്രുവരി 18, 2023 ഞങ്ങൾ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ആത്മീയമായ ഒരു മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ രാവിലെ 5:30 ഇവിടുത്തെ സമയത്തിൽ രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആണ് ഞങ്ങളുടെ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് അവിടെ നമ്മൾ ഇങ്ങനെ ജോലിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഒന്നിച്ച് ചെല്ലുക എന്ന് പറയുന്നത് ഒരു പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും പല ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോഴത്തേക്കും പോകുന്ന വഴിയിൽ മെട്രോയിൽ അങ്ങനെയൊക്കെയാണ് കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആ ദിവസം മുതൽ ഇപ്പം 12 മണിയാണെങ്കിൽ 12 മണി ആ സമയത്ത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലി സന്ധ്യപ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ. പിന്നെ ഇത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ലിൻഡോയും ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ആത്മീയമായ മാറ്റങ്ങൾ വന്നു. ഈ സമയത്ത് എൻ്റെ ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ 2-3 മാസമായിട്ട് സാലറി ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ വേറെ ജോലികൾ അന്വേഷിക്കുന്നു. പക്ഷേ എല്ലാ ഇൻ്റർവ്യൂകളും പാസ്സാകുന്നുണ്ട്. പക്ഷേ സാലറിയുടെ കേസിലോ ഓഫർ ലെറ്ററിൻ്റെ കേസിലോ ഒക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡിലേ വരുന്നു. ഒരു അപ്ഗ്രഡേഷൻ ഒന്നും ഇല്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരുടെ നന്നായിട്ട് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ധ്യാനങ്ങൾ കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു. നാട്ടിലേക്ക് തിരിച്ചു വരാം, നല്ലൊരു ജോലി കണ്ടുപിടിക്കാം, പേരൻസിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ജൂലൈയിൽ 2023 ഞാനിവിടെ വരികയാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഒരു ഡൂ ലിസ്റ്റ് എഴുതും. അപ്പം ഞാൻ അന്ന് അത് ദുബായിൽ വെച്ചിട്ട് തന്നെ ഞാൻ എഴുതിയിരുന്നു, ഫസ്റ്റ് ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും തീർത്ഥാടന ഉടമ്പടി എടുക്കും എന്നാണ്. ഞാൻ വന്നു ആ ആഴ്ചയിൽ തന്നെ ഇവിടെ വന്ന് ജൂലൈ 17, 2023 ഞാൻ ആദ്യത്തെ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അത് അന്ന് തന്നെ മാതാവ് എന്നെ ശ്രദ്ധിച്ചു. കാരണം അത് ഞാൻ പറയാനായിട്ട്, ഞാൻ ഈ അൾത്താരയിൽ ഇവിടെ ഈ ഉടമ്പടി പത്രിക ഇടാനായിട്ട് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരാളുടെ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കുകയാണ്, ഒരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ. ആൾക്ക് വിസ കിട്ടിയതും ജോലി കിട്ടിയതും പിന്നീട് ലാസ്റ്റ് ഒരു MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടപ്പോഴത്തേക്ക് ഓർത്തു, ഇത് തന്നെയാണല്ലോ എൻ്റെ സിറ്റുവേഷനും. ഞാനും 1 മാസമായിട്ട് ദുബായിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അയച്ചിട്ട് അവർ ഇതുവരെ അതിന് റിപ്ലൈ ചെയ്യുകയോ നമ്മുടെ വീട്ടിലേക്ക് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. തിരിച്ച് നാട്ടിൽ വന്നിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് അവിടെ ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. സോ ഞാനിവിടെ വന്ന് മാതാവിനോട് അത് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസത്തെ എൻ്റെ ഷെഡ്യൂൾ ഞാനത് MG യൂണിവേഴ്സിറ്റി പോവുക. യൂണിവേഴ്സിറ്റി രാവിലെ തന്നെ എത്തി. അവിടെയെല്ലാം മാതാവിനെ നേരത്തെ തമ്പുരാൻ വിട്ടിരുന്നു. അതിൻ്റെ സാക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നു, ഈ സ്റ്റാഫുകളെ കണ്ടു. അവർ സെയിം സ്റ്റോറി തന്നെ പറഞ്ഞു. ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ് അവിടെ ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ കിട്ടൂല കാര്യങ്ങൾ. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുവാണ്, നീ ഇതിന് മുകളിലുള്ള മാനേജറിനെ പോയി കാണുക. ആരോ അല്ല, അത് പരിശുദ്ധാത്മാവ് തന്നെ എന്നെ തോന്നിപ്പിച്ച് മാതാവ് എന്നെ കൊണ്ടുപോയി. അങ്ങനെയൊന്നും നമുക്ക് മാനേജേഴ്സിനൊന്നും ഡയറക്റ്റ് പോയി കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ എനിക്ക് അറിയത്തില്ല, അസിസ്റ്റൻറ്റ് രജിസ്റ്ററിൻ്റെ റൂമിലേക്ക് എന്നെ ആരോ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഒരു സൂസൻ മാം എന്നാണ് മാമിൻ്റെ പേര്, അവരെന്നെ അകത്തോട്ട് വെൽക്കം ചെയ്തു. ഞാൻ എൻ്റെ ഈ സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ ആ മാം എന്നോട് പറയുവാണ്,
മോളെ, ഞാൻ ആ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ അതേ ഇഷ്യൂ ഇപ്പോൾ പരിഹരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നീയും അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഈ സമയത്ത് അൾത്താരയിൽ നിന്ന് ഇത് കേട്ടപ്പോൾ ആ സാക്ഷ്യം കേൾക്കാനിടയായി. കാരണം ഞാൻ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്നുകൊണ്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ് നീ മാതാവിനെ കാണാൻ പോകുന്ന കാര്യം. പെട്ടെന്ന് കാറെടുത്ത് ഇവിടെ അൾത്താരയിൽ വന്ന് കയറുമ്പം ഈ MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം കേൾക്കുവാണ് മാം. അപ്പോൾ മാം പറയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്ന് അത് ഈ ഗ്ലോബലി എല്ലാവരും അറിയുവാണ്. സോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ രാവിലെ തന്നെ പുള്ളിക്കാരത്തി ഡ്യൂട്ടിക്ക് മുമ്പ് തന്നെ ആ പ്രശ്നം പരിഹരിച്ചു. പിന്നീട് എൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും മാതാവ് ഒന്നിപ്പിച്ചതാണ് ആ കാര്യത്തിൽ. രണ്ടുപേരും ഒരേ സ്ഥലത്താണ് ഒരേ കാര്യം അറിയുന്നത്. എൻ്റെ ഇതുവരെ ഡോക്യുമെൻറ്റ്സ് കിട്ടൂല എന്ന് പറഞ്ഞ കാര്യം ആ മാം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സുകളിൽ പോയി എന്നെ ആ റൂമിൽ തന്നെ ഇരുത്തി. ഒരു 12 മണിയായപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ആദ്യത്തെ ഉടമ്പടി പത്രം കൊടുക്കുന്നത് ആ മാമിനാണ്. അവിടെ നിന്ന് എൻ്റെ ഉടമ്പടി മാതാവ് ഏറ്റെടുത്തു, തമ്പുരാൻ അത് സ്വീകരിച്ചു എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. പിന്നീട് ഞങ്ങൾ ക്യാപ്സ് എന്ന് പറഞ്ഞൊരു ഓസ്ട്രേലിയൻ ഫാർമസി രജിസ്ട്രേഷൻ എക്സാമാണ് ഞാൻ പഠിക്കാമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ ഏജൻസികളും കാര്യങ്ങളൊക്കെ വിളിച്ചപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഞാൻ ഓർത്തു എൻ്റെ കൂടെ ആരാ ഉള്ളത്, മാതാവാണ്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, ധൈര്യത്തോടു കൂടി സെൽഫ് സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കുറേ ബുദ്ധിമുട്ടി, പക്ഷേ ഞാൻ ഉടമ്പടിയിൽ മുന്നോട്ട് പോയി. എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകും, കുമ്പസാരിച്ചിരുന്നു, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ചിരുന്നു. ആ ധൈര്യത്തിൽ എന്നും മീൻസ് ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പം പ്രാർത്ഥന ചൊല്ലേണ്ടതും ബൈബിൾ വായിക്കേണ്ടതിനും എല്ലാം നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിരുന്നു. ഈ 3 മാസം എങ്ങനെ പഠിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ഉള്ള ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പ്രകാരം ഞാൻ ഉടമ്പടിയിൽ ഒരു കുറവും കൊടുത്തില്ല. പക്ഷേ ഉടമ്പടിയിൽ എനിക്കത് ഇത് കിട്ടണമെന്നൊന്നുമല്ല. ഞാൻ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ ഒരു 90 ദിവസത്തെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഞാനിവിടെ വന്നു റിന്യൂ ചെയ്തപ്പം എൻ്റെ മനസ്സിൽ ഇതൊന്നുമല്ല. ഞാൻ നിത്യജീവനെക്കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത മാത്രമാണ്. അതാണ് ഞങ്ങളുടെ നിയോഗം. ഞാൻ ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു നിയോഗത്തെക്കുറിച്ച് ഞങ്ങൾ അതിനകത്ത് എഴുതിയിട്ടില്ല. ഈ എക്സാമൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങ് പോകുന്നു എന്ന് മാത്രം. വേറൊരു വ്യക്തി എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് എൻ്റെ നിയോഗമായിട്ട് ഞാൻ എഴുതാറുള്ളത്. അവസാനത്തെ 2-3 ലൈനുകൾ മീൻസ് പോയിൻറ്റ്സുകൾ വെറുതെ വിടും. അത് തമ്പുരാൻ നമ്മളോട് പറഞ്ഞ ആർക്കെങ്കിലും മറന്നുപോയ ആർക്കെങ്കിലും വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ എക്സാമിൻ്റെത് നവംബർ 21 2023 എനിക്കൊരു ഡേറ്റ് കിട്ടുക. പിന്നീട് എനിക്ക് എല്ലാ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടും. അത് കഴിയുമ്പോൾ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് തമ്പുരാൻ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ എക്സാമും വന്നിരിക്കുന്നത് ഒരു ചൊവ്വാഴ്ചയാണ്. അത് ചെന്നൈയിലാണ്. അവിടെയും എൻ്റെ മാതാവിനെ നേരത്തെ തമ്പുരാൻ അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്ന് എക്സാമിന് മുമ്പ് കയറുന്ന നേരത്ത് ഞാൻ ഈ ആദ്യം പറഞ്ഞ അവിടെ വന്നിരിക്കുന്ന എല്ലാ ആപ്ലിക്കൻസും ഒരു ഏജൻസിയിൽ പഠിച്ച് വലിയ വലിയ ബുക്കുകളും ഉണ്ട്, എക്സാമിൻ്റെ കുറേ പേപ്പറുകൾ, ഇതെല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മാത്രം സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് ചെന്നാൽ അപ്പം തന്നെ എൻ്റെ കോൺഫിഡൻസ് പോയി. പക്ഷേ എൻ്റെ കയ്യിൽ ആ തൈലമുണ്ട്, ഉപ്പുണ്ട്, ഈ കാശിരൂപമുണ്ട്. ഇത് വെച്ച് ഞാൻ കയറി 2 എക്സാംസാണ്. പാർട്ട് എയും പാർട്ട് ബിയും 5 മണിക്കൂറുണ്ട് എക്സാം. ഞാൻ ആദ്യത്തെ 2 മണിക്കൂറിൻ്റെ എക്സാം 1 മണിക്കൂർ കൊണ്ട് ഞാൻ എഴുതി കഴിഞ്ഞു. 5 മിനിറ്റത്തെ ബ്രേക്ക് മാത്രം എടുത്തതിന് ശേഷം അടുത്ത എക്സാം എഴുതി. അടുത്ത എക്സാം ഭയങ്കര ടഫാണ്. കാരണം അതിൽ 2 സബ്ജക്ട്സ് ഉണ്ട്. അതിൽ ഈ 2 സബ്ജക്ട്സിന് 50% വീതം നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ എക്സാമിന് ജയിക്കത്തുള്ളൂ. സോ അതിൽ കാൽക്കുലേഷൻസ് ഉണ്ട്. ഒരു 25 കാൽക്കുലേഷൻസോളം വരും. എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ഒരു 20 അല്ലെങ്കിൽ 15 എങ്കിലും ഞാൻ പാസ്സായെങ്കിൽ മാത്രമേ ഞാൻ ഫുൾ എക്സാമിന് പാസ്സാകത്തുള്ളൂ. അപ്പം ഞാൻ 2ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴത്തേക്കും ഫസ്റ്റ് കാൽക്കുലേഷൻ വന്നു. 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ. അപ്പം കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യുന്നത്, പക്ഷേ നമുക്ക് ടൈമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതെടുത്തു എന്നോട് മനസ്സിൽ പറയുക, ഈ കഴ്സർ എന്നെ കൈകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് പറയുക, നീ ഒരു ഓപ്ഷൻ ഞെക്കിയിട്ട് മുന്നോട്ട് പോവുക. നീ ആ ക്വസ്റ്റ്യൻ നമ്പർ ജസ്റ്റ് റഫ് പേപ്പർ നമുക്ക് തരും, അതിലോട്ട് നീ എഴുതിയിട്ട് പോവുക. ഞാൻ അത് പ്രകാരം എഴുതി 3/4 മണിക്കൂർ എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. ആ 3/4 മണിക്കൂറിൽ ഈ 25 കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള ടൈം എനിക്ക് അവിടെ തമ്പുരാൻ തരുക. ഞാനപ്പം അതിലെന്താണ് മാതാവ് ചെയ്തത്, മാതാവ് തന്നെ എന്നെ കഴ്സർ മൂവ് ചെയ്യിപ്പിച്ചതെന്ന് പറയാൻ കാരണം ഞാൻ വെറുതെ ഓപ്ഷൻ ഇട്ട് പോയാൽ. കാരണം അടുത്ത ക്വസ്റ്റ്യൻ പോകണമെങ്കിൽ ഓപ്ഷൻ നമ്മൾ ഞെക്കിയിരിക്കണം. എന്നിട്ട് ഞാൻ ഈ ഓരോ ക്വസ്റ്റ്യൻ വീതം ചെയ്ത് നോക്കിയപ്പം
അതിന് കിട്ടുന്ന ആൻസറും ഞാൻ വെറുതെ ഞെക്കിയ ആ ഓപ്ഷനും രണ്ടും ഈക്വലാണ്, മീൻസ് രണ്ടും കറക്റ്റാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ മാതാവ് പ്രവർത്തിച്ചു തുടങ്ങി. തമ്പുരാൻ മാതാവിനെ നേരത്തെ അയച്ചിട്ടുണ്ട്. ഞാൻ പരീക്ഷ ഇറങ്ങി, എൻ്റെ ആ കോൺഫിഡൻസ് കുറവോ അല്ലെ ഏജൻസി പഠിച്ചില്ലെന്നോ ഒന്നുമില്ല. ഞങ്ങൾ ഭദ്രമായിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. ഞാൻ പരീക്ഷ ജയിക്കുമല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഡിസംബർ 19 പരീക്ഷ റിസൾട്ട് വരുമെന്നറിയാം. പക്ഷേ ഞാൻ ആ സമയത്ത് വെറുതെ കളയണ്ട, ഇംഗ്ലീഷ് എക്സാമിന് തയ്യാറെടുത്തു. പക്ഷെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡിസംബർ 12, 2023 റിസൾട്ട് വരുവാണ്. അതും ഒരു 2:30 PM ഞാൻ 2 എക്സാമിനും പാസ്സായെന്ന് പറഞ്ഞിട്ട്, ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എക്സാമാണത്, അത് ഞാൻ പാസ്സായെന്ന് പറഞ്ഞ് വരുവാണ്. ഞാൻ ഉടനെ തന്നെ ഞങ്ങളുടെ പാറേപ്പള്ളി മാതാവിൻ്റേതാണ്, അവിടെ വന്ന് മാതാവിന് നന്ദി പറഞ്ഞു. ഞാൻ ആ അടുത്ത ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു. ഒരാഴ്ചക്കുള്ളിൽ ഡേറ്റ് കിട്ടി. ഞാൻ പോയി എക്സാം എഴുതി. ജീവിതത്തിൽ എൻ്റെ ആദ്യത്തെ തോൽവി എക്സാമിൽ അതാണ്. 65 കിട്ടേണ്ട എനിക്ക് 64 മാർക്ക്. എനിക്ക് തിരിച്ചു വന്ന് ഞാൻ മാതാവിൻ്റെ മുന്നിൽ പൊട്ടി കരഞ്ഞു. കാരണം ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും, അതും 1 മാർക്കിനാണ് ഞാൻ തോക്കുന്നത്. പിന്നീട് അടുത്ത എക്സാം ഉടനെ തന്നെ ഞാൻ ഡേറ്റ് എടുത്തു, ഒരു 3-4 ദിവസത്തിനുള്ളിൽ. പക്ഷേ ഈ എക്സാമിൻ്റെ തലേദിവസമായപ്പം എൻ്റെ മമ്മിയും ലിൻറ്റോൻ്റെ അമ്മയും ഞങ്ങളുടെ അമ്മയും പറഞ്ഞു, നീ എക്സാം ജയിച്ചിട്ട് മാതാവിൻ്റെ അടുക്ക് ഇവിടെ വന്ന് പറഞ്ഞോ, കൃപാസനത്ത് വന്ന് പറഞ്ഞായിരുന്നോ, അതായിരിക്കും ഒരു പ്രശ്നം. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു. മീൻസ് ഞാൻ എപ്പോഴും അവിടുന്ന് ദുബായിൽ നിന്ന് വന്ന് ഇവിടോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും ഇവിടോട്ട് വരുന്ന യാത്രയിൽ എനിക്ക് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പനിയോ ഏതെങ്കിലുമൊക്കെ ഒരു ഒരാഴ്ചത്തേക്കുള്ളൊരു കിടപ്പിനുള്ളൊരിതുണ്ട്. അപ്പോൾ ഈ എക്സാമിന് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് പനിയാണെങ്കിൽ ഈ വോയിസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണമല്ലോ. സോ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഉടമ്പടി ഒരാഴ്ചയ്ക്കുള്ളിൽ പുതുക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇവർ പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടമായി. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ടായിട്ടിരിക്കും. ഓക്കെ, ഞാൻ ആ എക്സാമിന് പോയി 63 മാർക്ക്, 2 മാർക്കിന് എന്നെ തോൽപ്പിച്ചു. എനിക്കിപ്പം മനസ്സിലായി ഇത് ശരിക്കും മാതാവ് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പിറ്റേ വന്നു ഉടനെ ഞാൻ കരഞ്ഞില്ല. വന്ന ഉടനെ തന്നെ ഡേറ്റ് എടുത്തു. നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഇവിടെ വന്നു, മാതാവിനോട് വന്ന് സോറി പറഞ്ഞു. ഇവിടെ അച്ഛനെ കണ്ടു, അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു, കാശിരൂപം കൊണ്ട്. പിറ്റേ ദിവസം ഒന്നും പഠിക്കാൻ പോയില്ല, നേരെ എക്സാമിന് പോയി. 65 മാർക്ക് കിട്ടേണ്ട എനിക്ക് 71 മാർക്ക് തന്നു. തമ്പുരാൻ അനുഗ്രഹിച്ചു, അമ്മ മാതാവിനും നന്ദി. അവിടെ എനിക്ക് ഈ സൗണ്ടൊന്നും ക്ലിയർ അല്ല, ഭയങ്കര ടഫായിരുന്നു. പക്ഷേ എനിക്ക് സ്പീക്കിങ്ങിന് 90ൽ 85 തന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു വലിയൊരു ജയം എനിക്കത് തമ്പുരാൻ തന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം PR വേണ്ടി വെച്ചു. പക്ഷേ അതെന്ന് പറയുന്ന ഒരു മാർച്ച് മാസം 2024 ആ സമയത്ത് ഓസ്ട്രേലിയൻ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് ടൈമും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്റ്റേറ്റ്സ് ഇൻവിറ്റേഷൻസ് ഒന്നും എടുക്കില്ല. അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാര്യങ്ങൾ വന്നു. അപ്പോൾ ദുബായിലെ ലൈസൻസിൻ്റെത് എക്സ്പയർ ആയി. പക്ഷെ നമുക്ക് ഇത്രയും വരെ എത്തിച്ചെടുത്ത് തമ്പുരാൻ തന്നതാണല്ലോ, തമ്പുരാൻ്റെ വഴിയിലൂടെ ആണല്ലോ നമ്മൾ പോകുന്നതെന്നുള്ള ഉറപ്പുണ്ട്. ഇതിനിടയിൽ ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 90 ദിവസം ഞാൻ ഉടമ്പടി പുതുക്കുന്നുണ്ട്. കാരണം എൻ്റെ നിയോഗം എക്സാമോ ഇതൊന്നും അല്ല, എൻ്റെ ജീവിതമാണ്, ഞങ്ങളുടെ ജീവിതമാണ്, ആത്മീയമായ ജീവിതമാണ്, നിത്യജീവനാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇതിൻ്റെ സമയത്ത് ഞാൻ ഓൺലൈൻ ഫാർമസിസ്റ്റിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ 10,000 കണക്കിന് ഫാർമസിസ്റ്റുകൾ ഈ എക്സാം എഴുതി ഈ PR വേണ്ടി, ഇൻവിറ്റേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവരെയൊക്കെ നോളജും അല്ല മീൻസ് അവരുടെയൊക്കെ എക്സ്പീരിയൻസും ഒക്കെ വരുമ്പോൾ അച്ഛൻ പറയുന്ന ഒരു പോയിൻറ്റ്, നമ്മുടെ മെറിറ്റിലൊന്നും അല്ല ഇതിനകത്തിരിക്കുന്നത്. കാരണം ജൂലൈ ആയപ്പോഴത്തേക്കും ഫിനാൻഷ്യൽ ഇയർ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് വെറുതെ ഒരു വെബ്സൈറ്റിലൂടെ ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുക. ഈ 10,000 ആൾക്കാരിൽ നിന്നും വലിയ മെറിറ്റ്സ് ഉള്ള ആൾക്കാരിൽ നിന്ന് 0 മെറിറ്റായ എനിക്ക് വിത്ത് ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. 2 റൗണ്ട്സിലും ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ട് കാശുരൂപം വാങ്ങിച്ച് പ്രാർത്ഥിച്ചാണ് ആ ഇൻ്റർവ്യൂ ചെയ്തത്. എനിക്ക് ഓഗസ്റ്റ് 4 2024 ഓഫർ ലെറ്റർ കിട്ടി. അതും ആ എംപ്ലോയർ എന്ന് പറയുന്നത് മാതാവിനെ പോലെ തന്നെ, അതേപോലെ ഒരു സൗന്ദര്യവും അതുപോലെയാണ് നമ്മളോട് സംസാരിക്കുന്നതും.
അതൊരു ലേഡി ആയിട്ട് കിട്ടിയതും ഞാൻ വലിയൊരു മാതാവിൻ്റെ ഒരു ഇതായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അവിടെ നിന്ന് അവർ ഞങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ടൊക്കെ പ്രോസസ്സ് തുടങ്ങി. പക്ഷെ അവിടെയും ഒത്തിരി ഡിലേകൾ വന്നു. ഒരു 4 മാസം കഴിഞ്ഞു, ഡിസംബറായി. എനിക്ക് ജോലിയിൽ ഗ്യാപ്പ് ഒത്തിരിയായി. അപ്പം ലിൻഡോ ഡിസംബറിൽ ലീവിൽ വന്നു. അപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്തു, എങ്കിൽ ഡിസംബറിൽ ഇത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് തിരിച്ചു പോകാം, ഇനിയും ഡിലേ ആകണ്ട എന്ന് വെച്ചു. കാരണം മെഡിക്കൽ ഫീൽഡിൽ ഒരിക്കലും ഒത്തിരി ഗ്യാപ്പുകൾ പാടില്ല. ഡിസംബർ ആദ്യമായിട്ട് അപ്പോൾ ലിൻഡോ കൃപാസനത്തിൽ വരുവാണ്. അവധിക്ക് വരുമ്പോൾ ഞങ്ങളൊരു ഡിസംബർ 6-ാം തീയതി, മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് 7-ാം തീയതി ആണെങ്കിൽ ഞങ്ങളിവിടെ 6-ാം തീയതി വരുവാണ്. വന്ന് നിയോഗങ്ങൾ എഴുതി അടുത്ത സൈൻ ഇടാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ ഫോൺ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം ആദ്യത്തെ സ്പോൺസർഷിപ്പ് അവിടെ അപ്രൂവലായി. ഞങ്ങൾ പോകണ്ടെന്നാണ് അത് തമ്പുരാൻ്റെ തീരുമാനം. അവിടെ നിന്ന് ഞങ്ങൾ പിന്നീട് നോമിനേഷൻ വെച്ചു. നോമിനേഷൻ്റെത് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുത്തു. പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഒരു വ്യതിചലനവും ഇല്ല. എനിക്ക് വിശുദ്ധ കുർബാന ഭയങ്കരമായിട്ട് ശക്തി തന്നു. എന്ന് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും, 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും കുമ്പസാരിക്കും. അതൊക്കെ ഒത്തിരി മനസ്സിന് ശക്തി തന്നു. പക്ഷേ മാനുഷികമായിട്ട് നമ്മൾക്ക് നിരാശകളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഒരു വിത്തിൻ സെക്കൻഡ്സിൽ ചിലപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കുന്നത് ഈ ഉടമ്പടിയുടെ ആ ഒരു ധൈര്യമാണ്. പിന്നീട് ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുവാണ്, ഇവിടെ ഇന്ന് ഈ നിയോഗം വെച്ചിരിക്കുന്നതിൽ 44 ദിവസത്തിനുള്ളിൽ ലാസ്റ്റ് ഒരാൾക്ക് പോലും അവരെ ആ ഒരു നിയോഗം കിട്ടുമെന്ന്. ഞാനത് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 26-നുള്ളിൽ എൻ്റെ ഒരു നിയോഗം നടക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. 40 ദിവസം കൊണ്ട് സെപ്റ്റംബർ 22-ന് എനിക്ക് നോമിനേഷൻ അപ്രൂവലായി, ഞങ്ങളുടെ 2 പേരുടെയും. പിന്നീട് ഞങ്ങൾ മെഡിക്കൽ വന്നു. ഒരു ദിവസത്തേക്ക് ലിൻഡോ വന്നു, മെഡിക്കൽ പാസ്സായി. ഞങ്ങളോർത്തു ഇപ്പം വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിട്ടും. പക്ഷേ അവിടെ നിന്നും 7 മാസം തമ്പുരാൻ ഞങ്ങളെ പിന്നെയും ഈ ഒരു ആത്മീയ പാതയിൽ തന്നെ കൊണ്ടുപോയി. പക്ഷേ അവിടെ ഒത്തിരി മാനസിക സംഘർഷങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി പേര് ഈ ഒരു ഉടമ്പടിയിലൂടെ വന്നതിലൂടെ ഒത്തിരി പേര്, എനിക്കറിയത്തില്ല, എനിക്ക് ഒത്തിരി നമ്മുടെ ബന്ധുക്കളോ അങ്ങനെയൊന്നുമല്ല, ഒത്തിരി ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്തൊരു ആൻറ്റിയുണ്ട്, ഷൈനി ആൻറ്റി എന്ന് പറയും. മാതാവിനെ പോലെ എനിക്ക് എപ്പോഴും ഒരു പ്രശ്നം വരും. അപ്പോഴത്തേക്കും ആൻറ്റി ഓടി വന്നിട്ട്, മോളെ ഇത് ചെയ്യുക, നീ മാതാവിനോട് ഇത് പറയും. ഞങ്ങൾ ഒന്നിച്ചാ പള്ളിയിൽ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്. ഉടമ്പടി എടുത്തത് ആൻറ്റിയുടെ ആദ്യ ഉടമ്പടിയിൽ തന്നെ ആദ്യത്തെ ഇത് തന്നെ എന്നെക്കുറിച്ചാണ്. അപ്പം എല്ലാ കാര്യത്തിലും മാതാവ് പറയുന്ന പോലെ ആൻറ്റി വന്ന് പറയും. അപ്പം ഈ ലാസ്റ്റ് മെയ് ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വിസ 7 മാസം ആകുവാണ്. അപ്പം ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമമായി. കാരണം ഞാൻ എഴുതിയ എക്സാമുകൾ, നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ പേ ചെയ്ത കാര്യങ്ങൾ എല്ലാം എക്സ്പയർ ആകാൻ പോവുക. ഈ ഡിസംബർ ആകുമ്പോൾ എല്ലാം എക്സ്പയർ ആകുക. പിന്നെ നമ്മൾ പോയത് കൊണ്ടോ വിസ വെച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം നമ്മളവിടെ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എംപ്ലോയറും നമുക്ക് വേണ്ടി ഇത്രയും നാൾ നോക്കി നിൽക്കുമോ, 2 കൊല്ലമായിട്ട് അവർ നോക്കി നിൽക്കുമോ. അതാണ് ഞാൻ പറഞ്ഞ മാതാവായിട്ടാണ് അവർ അവിടെ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എന്നോട് ഒരു ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിൻ്റെ അന്ന് എന്നോട് ആൻറ്റി ഇങ്ങനെ പറയുക, ശനിയൻറ്റി പറഞ്ഞു, മോളെ നീ ഒരു അറിയാവുന്ന എല്ലാ ഒരു ഇതൂടെ വെച്ചിട്ട് ഓസ്ട്രേലിയൻ ഹോം അഫയേഴ്സിന് ഒരു മെയിൽ ചെയ്യുക. സത്യം പറഞ്ഞാൽ അത് ഓൺലൈൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തൊന്നും അവർ നമ്മുടെ എന്തെങ്കിലും സെൻറ്റിമെൻ്റലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുക അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഞാൻ ആൻറ്റി പറഞ്ഞു, കാരണം ഞങ്ങൾ എല്ലാം ഡ്രോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇനി അതിൻ്റെ മുന്നിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാശ് ചിലവ്, നമ്മുടെ ഞങ്ങൾ 3 വർഷമായിട്ട് അവിടെ ഇവിടെ ആയിട്ടാണ് ജീവിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് ആൻറ്റി അങ്ങനെ പറഞ്ഞു, ഞാനൊരു 3 മെയിൽ കണ്ടുപിടിച്ചു. 3 മെയിലിൽ എൻ്റെ കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം ചേർത്തൊരു മെയിൽ അയച്ചു. 2 എണ്ണം റിപ്ലൈ വന്നു, ഓട്ടോമാറ്റിക് റിപ്ലൈ ആണ്, ഇത് ഈ വിസയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരെണ്ണം തിരിച്ചു വന്നില്ല. ഞാൻ ഓർത്തു അതൊക്കെ തന്നെ ആയിരിക്കും. പിറ്റേ ദിവസം നമ്മുടെ പെന്തക്കോസ്താണ്, മെയ് 20-ാം തീയതി ഒരു 11 മണിയായപ്പോഴത്തേക്കും ഒരു മെയിൽ വരുവാണ്, കൺഗ്രാജുലേഷൻ, യുവർ വിസ ഈസ് അപ്രൂവ്ഡ്. അപ്പോഴത്തേക്കും എനിക്കറിയത്തില്ല അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിന് 2 ദിവസം മുമ്പ് ഷൈനാൻ്റെ ഒരു സ്വപ്നം കാണുവാണ്, ഇങ്ങനെ എനിക്ക് വിസ കിട്ടി, അത് ഞാൻ പള്ളിയിൽ ചെന്ന് മാതാവിൻ്റെ അടുക്ക് പറയുന്നു. എന്നിട്ട് അത് ആൻറ്റിയോട് പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആൻറ്റിക്ക് വിഷമം വന്നു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പക്ഷേ സെയിം സിറ്റുവേഷൻ ഈ മെയ് 20-ാം തീയതി നടക്കുവാണ്. ഞാനിത് അറിഞ്ഞു, വീട്ടിൽ ആരോടും പറഞ്ഞില്ല, നേരെ പാറപ്പള്ളിയിൽ പോയി. ഞാൻ എന്നും പോകുന്ന വിശുദ്ധ കുർബാനയിൽ പോകുന്ന ആ ആൾത്താരെ ചെന്ന് നന്ദി പറഞ്ഞു, മാതാവിൻ്റെ അടുക്ക് നന്ദി പറഞ്ഞു. തിരിച്ചു വന്ന എൻ്റെ പേരൻസിനോടും ആൻറ്റിയോടും ലിൻഡോയോടും ഉൾപ്പെടെ എല്ലാവരോടും പറയുന്നത്,
ഇതിനകത്ത് ഞങ്ങൾ തീരുമാനിച്ചത് ഇത് ഡ്രോപ്പ് ചെയ്യാനാണ്. പക്ഷേ ഈ ഉടമ്പടിയിൽ എന്താണ് മാതാവും തമ്പുരാനും തീരുമാനിച്ചതെന്ന് വെച്ചാൽ അത് മുന്നോട്ട് പോകാനാണ്. അതുകൊണ്ടാണ് ഇത് മാതാവിൻ്റെ മധ്യസ്ഥതയുടെ ഉറപ്പാണെന്ന് ഞാൻ പറയുന്നത്. പിന്നീട് ഞാൻ ഈ 3 കൊല്ലമായിട്ടും ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അതെന്ന് പറയുന്നത് ഈ വിസ കൊണ്ട് മാത്രം തീരുന്ന ഒരു കാര്യമല്ല. അത് ഞങ്ങൾ നിത്യജീവൻ്റെ ആ ഒരു പാതയിലേക്കുള്ള ഞങ്ങളുടെ ഒരു യാത്രയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഈ അടുത്ത തിങ്കളാഴ്ച 22-ാം തീയതി ജൂണ് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് പോകുന്നത്. എനിക്ക് അന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഇവിടെ ഈ ഒരു ആൾത്താരെ എന്നും കാണുമ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ എന്നും പ്രാർത്ഥിക്കും, ലിൻഡോടും പറയും എനിക്കിവിടെ ഈ ആൾത്താരെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ മാതാവേ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ. ഞാനും ആൻറ്റി എന്നും പ്രാർത്ഥിക്കും ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന്. അപ്പം ഇന്ന് ടിക്കറ്റും വിസയുമായിട്ട് ഹസ്ബൻഡ് രാവിലെ 4 മണിക്കാണ് ദുബായിൽ നിന്ന് എത്തിയത്. ഇവിടോട്ട് ഡയറക്റ്റ് വരുവാണ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട്. ഞങ്ങൾ അടുത്ത ആഴ്ച പോവാണ്. ഞങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ട് തന്ന അമ്മ മാതാവിനും തമ്പുരാനും 1000 നന്ദി. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടങ്ങളിലും അതായത് ഓട്ടോ ചേട്ടന്മാരെ അങ്ങനെ മതസ്ഥരായവർക്ക് എല്ലാവർക്കും കൊടുക്കും. പിന്നെ ലിൻഡോ പോകുമ്പോഴേ എപ്പോഴും ഷാർജ പള്ളിയിൽ ദുബായിൽ പള്ളിയിൽ അങ്ങനെ ലിൻഡോയുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഇത്രയും നാളും ചെറിയതായിട്ടുള്ള ശമ്പളം എൻ്റെ കയ്യിലുള്ളൂ, കാരണം ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ടൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നവർക്ക് മറ്റുള്ളവർക്ക് സഹായമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യും. പക്ഷേ എനിക്ക് പകരം ലിൻഡോയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ പേരൻസ്, ലിൻഡോയുടെ പേരൻസ്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നീട് വചനങ്ങൾ ബൈബിൾ പഠിക്കുന്നത്, അതായത് ബൈബിൾ വചനം എന്ന് പറയുന്നത് എന്നും വായിക്കാൻ മാത്രമല്ല. ഞാൻ പറഞ്ഞ ഷൈനി ആൻറ്റി എന്ന് പറയുന്ന വചനം ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ആളെന്നെ എന്നും വചനം പഠിപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 50 ദിവസത്തെ നോയമ്പിൽ ഞാൻ 115 വചനം പഠിച്ചു, ഞങ്ങളുടെ പള്ളിയിൽ എഴുതി. അങ്ങനെ വചനത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ളൊരു ശക്തി തന്നു. പിന്നെ എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും കുമ്പസാരിക്കാനും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും തമ്പുരാൻ്റെ ആ ഒരു ഡിസിഷനാണ് ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ ഒരു ദൈവികമായിട്ട് ഒരു ആത്മീയമായിട്ട് മാറ്റിയതിൽ വേറെ ഒന്നും ഭൗതിക കാര്യങ്ങളിലൊന്നുമല്ല, ആത്മീയമായിട്ട് ഞങ്ങളെ സ്ഥിരതപ്പെടുത്തിയതിന് ഇനി എവിടെ പോയാലും ഇതായിരിക്കും ഞങ്ങളുടെ ജീവിതചര്യ എന്ന് പറയുന്നത്. സോ അതിനെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയായ അമ്മ മാതാവിനും ഞങ്ങൾക്ക് ഈ കൃപയും കരുണയും തന്ന തമ്പുരാനും 1000 നന്ദി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യം. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായി എമിൽ വർഗീസ് എറണാകുളം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. എപ്രകാരമാണ് താൻ കടന്നു പോയ ജീവിത രീതികളിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടായതെന്ന് ഈ മകളുടെ വാക്കുകളിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ ഇപ്രകാരം ആദ്യം പറഞ്ഞു വെക്കുന്നുണ്ട്: നിയോഗങ്ങളെക്കാളുപരി ഒരു ആത്മീയമായ ജീവിതമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമെന്ന്. ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ, ഉടമ്പടിയിൽ ദൈവത്തെ പൂർണ്ണമായിട്ടും സ്വന്തമാക്കുമ്പോഴാണ് നിരവധിയായ കൃപകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നത്. നിത്യമായ ജീവിതത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ ഈ ജീവിതാന്തസ്സിൽ ദൈവത്തെ മാത്രം കൂട്ടുപിടിക്കുക, അത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള ഈ യാത്രയിൽ ഈ മകളുടെ ജീവിതത്തിൽ അവൾ കടന്നുപോയ ഇടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വളരെ വ്യക്തമായിരുന്നു. എവിടെയെല്ലാമാണോ പ്രതിസന്ധികളുണ്ടായത്, ആ പ്രതിസന്ധികളെല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സംരക്ഷണവും കൂടെ ഉണ്ടായിരുന്നു. എവിടെ ഈ അൾത്താരിൽ നിന്ന് കേട്ട സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിലും ആ സാക്ഷ്യത്തോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ എപ്രകാരം അമ്മ ഇടപെട്ടു എന്നുള്ളതും, അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് പോകുവാനുള്ള തൻ്റെ വിസകളുടെ കാര്യത്തിനാണെങ്കിലും
മറ്റ് കടമ്പകളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണം ഉണ്ടായിരുന്നു. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ മകളെ ഇനി പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ സാക്ഷ്യം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തർക്കും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് നമ്മളെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.